ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുക 49 മണ്ഡലങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മലയോര മേഖലയിൽ ജാഗ്രത. പഴങ്ങൾ കൃത്രിമമായി പാകപ്പെടുത്തുന്നതിന് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നതിൽ കർശന നിരോധനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ ജനവിധി എഴുതുക. ബീഹാറിലെ 5, ഝാർഖണ്ഡിലെ 3, മഹാരാഷ്ട്രയിലെ 13, ഒഡീഷയിലെ 5, ഉത്തർപ്രദേശിലെ 14, പശ്ചിമ ബംഗാളിലെ 7, ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളുമാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പൊതുറാലികളും റോഡ് ഷോയുമായി മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിലെ പൊതുറാലികളെ അഭിസംബോധന ചെയ്യും. പുരുലിയ, ബിഷ്ണുപൂർ, ഖരഗ്പൂർ എന്നിവിടങ്ങളിലെ NDA പ്രചാരണ യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, ജൌൻപൂർ ജില്ലകളിലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഇന്ന് പ്രയാഗ്രാജ്, ഫൂൾപൂർ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ആകെ 889 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലത്തിലെ മാറ്റിവച്ച വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കും. ഈ മാസം 25-നാണ് 6ാം ഘട്ട വോട്ടെടുപ്പ്. 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-ന് നടക്കും. ജൂൺ 4-നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ശക്തമായ മഴ. തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ച വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഇന്നലെ മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ പുലർച്ചെ വരെ വ്യാപകമായ മഴ ലഭിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ക്വാറി, മൈനിംഗ് പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുകളും ആരംഭിച്ചു. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. മലയോര മേഖലകളിൽ രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ല. ചുവന്ന ജാഗ്രതാ നിർദ്ദേശമുള്ള പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മലയോര മേഖലയിൽ മഴ കനക്കുമെന്നാണ് സൂചന. ജില്ലയിൽ 44 ഇടങ്ങളിൽ പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റും. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച മഴ പല പ്രദേശങ്ങളിലും തുടരുകയാണ്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോന്നി, റാന്നി, അടൂർ, കോഴഞ്ചേരി എന്നീ താലൂക്കുകളിലെ 44 ഇടങ്ങളിൽ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ താലൂക്ക് ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളക്ടറേറ്റിൽ ജില്ലാ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന വൃക്ഷങ്ങളും ശാഖകളും അടിയന്തരമായി മുറിച്ചുമാറ്റണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ളതിനാൽ ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം ഇല്ല. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും നിർത്തിവച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥയിലും നല്ല തിരക്കാണ് ശബരിമലയിൽ രാവിലെ അനുഭവപ്പെട്ടത്. നിലവിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കണം.
കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഷട്ടറുകൾ തുറന്ന പശ്ചാത്തലത്തിൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകളും ഉയർത്തിയതിനാൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തേനി, തിരുനെൽവേലി, തെങ്കാശി എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. നീലഗിരി, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഡിണ്ടിഗൽ, വിരുദനഗർ, കന്യാകുമാരി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഊട്ടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര തിങ്കളാഴ്ച വരെ വിലക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനാൽ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനജലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണപാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. ഇക്കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പഴങ്ങൾ കൃത്രിമമായി പാകപ്പെടുത്തുന്നതിന് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം കർശനമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച് പഴവ്യാപാരികൾ, ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ളവർ തുടങ്ങിയവർക്ക് FSSAI മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. മാമ്പഴം പോലുള്ള പഴങ്ങൾ പാകമാകാൻ അനധികൃതമായി ഉപയോഗിക്കുന്ന കാൽസ്യം കാർബൈഡ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. 2011 ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണ നിയമപ്രകാരം കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിലും ഉഷ്ണതരംഗം രൂക്ഷമാണ്. കടുത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ രാജസ്ഥാനിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയും മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഗുവാഹത്തി ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിമാരായി ജസ്റ്റിസ് സുസ്മിത ഭുക്കൻ ഖൌണ്ടിനെയും ജസ്റ്റിസ് മിതാലി താക്കൂരിയെയും നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം സുപ്രീംകോടതി കൊളീജിയം അംഗീകരിച്ചു. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലെ അഡീഷണൽ ജഡ്ജി ജസ്റ്റിസ് രാജേഷ് സെഖ്രിയെ ഈ വർഷം ജൂലൈ 29 മുതൽ 1 വർഷത്തേക്ക് പുതിയതായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശവും സുപ്രീംകോടതി കൊളീജിയം അംഗീകരിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് BR ഗവായ് എന്നിവരടങ്ങുന്ന സുപ്രീംകോടതി കൊളീജിയമാണ് ശുപാർശ ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 27 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിൽ കടന്നു. ഇന്നലെ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 5 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ബംഗളൂരുവിന് 18 റൺസ് വിജയമായിരുന്നു വേണ്ടിയിരുന്നത്. ഇതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉൾപ്പെട്ട പ്ലേ ഓഫിലാണ് ബംഗളൂരു ഇടം നേടിയത്. ഈ മാസം 21 മുതലാണ് പ്ലേ ഓഫ് മത്സരം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസ് ഫൈനൽ മത്സരം ഇന്ന്. കലാശപ്പൂരിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യം തായ്വാൻ ചൈനീസ് സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ അശ്വിനി പൊന്നപ്പ, തനിഷ ക്രാസ്റ്റോ സഖ്യം തായ്ലൻഡിന്റെ ജോങ്കോൾ ഫാൻ, രവിന്ദ പ്രജോങ്ജായ് സഖ്യത്തോട് പരാജയപ്പെട്ടു. പോർച്ചുഗലിലെ ലിസ്ബണിൽ നടക്കുന്ന മീറ്റിംഗ് സിഡാഡ് ഡി ലിസ്ബോവ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ വിക്രാന്ത് മാലിക്കിന് ജയം. 80.30 മീറ്റർ എറിഞ്ഞാണ് വിക്രാന്ത് മാലിക് തന്റെ 3ാം ശ്രമത്തിൽ കിരീടം നേടിയത്. 2022 ഭുവനേശ്വറിൽ നേടിയ 81.82 മീറ്ററാണ് മാലിക്കിന്റെ വ്യക്തിഗത മികച്ച നേട്ടം. അതേസമയം പുരുഷന്മാരുടെ ഹാമർ ത്രോയിൽ ദംനീത് സിംഗ് 3ാമതെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുക 49 മണ്ഡലങ്ങൾ. പൊതു തിരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മലയോര മേഖലയിലും ജാഗ്രത. പഴങ്ങൾ കൃത്രിമമായി പാകപ്പെടുത്തുന്നതിന് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നതിൽ കർശന നിരോധനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.